മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ എളിമയുടെ അവിടുന്ന് തന്നെ താഴ്ത്തി എത്ര ഉയരാൻ പറ്റണോ, എത്ര മഹത്വത്തിലേക്ക് ഒരു മനുഷ്യ വ്യക്തിക്ക് ഉയരാൻ പറ്റണോ അത്രയും അധികം ഉയർത്തപ്പെട്ടവളാണ് പരിശുദ്ധ കന്യക മറിയം. ത്രിലോക രാജ്ഞിയായിട്ടാണ് പിതാവായ ദൈവം പരിശുദ്ധ കന്യക മറിയത്തെ അവിടെ നിന്ന് അവരോധിച്ചത്. സാത്താനെ പരിശുദ്ധ അമ്മയെ പ്രത്യേകം പേടിയുള്ള കാരണം, ഒരു കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മയ്ക്ക് അഗാധമായിട്ടുള്ള എളിമയുണ്ടായിരുന്നു, ദൈവത്തിലെ ആശ്രയബോധം ഉണ്ടായിരുന്നു. ഈ സാത്താൻ എന്ന് പറഞ്ഞത് ഒരു കാലത്ത് മാലാഖയായിരുന്നു. ആ മാലാഖയ്ക്ക് അഹങ്കാരം വന്നപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടതായിട്ട്, വലിച്ചെറിയപ്പെടേണ്ടതായിട്ട് വന്നത്. മാലാഖയ്ക്ക് അഹങ്കാരം വന്ന് ദൈവത്തെ പോലെ ആകുവാനായിട്ട് മാലാഖ അവിടുന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് മിഖായേൽ യുദ്ധം ചെയ്ത് ഈ മാലാഖമാരൊക്കെ ഭൂമിയിലേക്ക് എറിയപ്പെട്ടത്. അങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്. ഇവിടെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ അമ്മ എപ്പോഴും ശുശ്രൂഷകയായിട്ട് ഓടി ചെന്നിട്ടുണ്ട്. തൻ്റെ ഇളമയായ എലിസബത്ത് അവിടുന്ന് 3 മാസം ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അമ്മ ഇവിടുന്ന് ഓട്ടി ആ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട്. അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാനേ ദൈവത്തിൻ്റെ അമ്മയാ, മറ്റുള്ളവർ ശുശ്രൂഷിക്കാനെന്നായിട്ടൊന്നും എന്നെ കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ആ ശുശ്രൂഷ മനോഭാവം, എളിമയുടെ ആ ശുശ്രൂഷ മനോഭാവം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചതെന്നറിയോ? എന്താ സംഭവിച്ചേ? 2 പേർക്കും അഭിഷേകത്തിൽ നിറയപ്പെടാൻ സാധിച്ചു. അമ്മയിലുള്ള ആ എളിമയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ കൃപ എലിസബത്തിലേക്ക് ഒഴുകി ആ ഉദരത്തിൽ കിടന്ന ശിശു പോലും ആത്മാവിനാലെ തുള്ളിച്ചാടാൻ സാധിച്ചു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലാകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്, ഒത്തിരിയേറെ ഹൃദയസ്പർശിയ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ കൃപയാക്കി മാറ്റുവാനാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ എളിമ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ അത് അഭിഷേകം അനുഗ്രഹമായിട്ട് മാറും. ആ എളിമ ഇല്ലാണ്ടാകുമ്പോഴാണ് അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. കഴിഞ്ഞ ദിവസത്തിലെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഒരു യൂട്യൂബിൽ കേട്ടിരുന്നു. എനിക്കതിൽ ഒത്തിരി ഇഷ്ടമായിട്ടൊരു അനുഭവം പനക്കലച്ഛൻ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പനക്കലച്ഛൻ ഈ എളിമയെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യത്തിലാണ് അദ്ദേഹം അത് വിവരിച്ചത്. എന്നിട്ട് പറഞ്ഞു, അമ്മായിയമ്മ വലിയൊരു തുണിക്കെട്ട്, ഒരു ഭാണ്ഡക്കെട്ട് അലക്കാനായിട്ട് മരുമകളെ ഏൽപ്പിക്കാം. എന്നിട്ട് പനക്കലച്ഛൻ പറഞ്ഞ 3 മനോഭാവങ്ങൾ അപ്പോൾ ആ സമയത്തുണ്ടാകും. ഒന്നാമത്തെ മനോഭാവം എന്തായിരിക്കും? നിങ്ങൾക്ക് ഒത്തിരി അനുഭവം ഉള്ളത് കൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഒന്നാമത്തെ മനോഭാവം എന്തായിരിക്കും? ദേഷ്യം വരും. ഇന്ന് ഡയലോഗ് പറയും, ഞാനേ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല, അത്യാവശ്യം എന്താ പറയുക കാശും സ്വത്തും കൊണ്ട് വന്നതാ. ഒന്നാമത്തെ ഡയലോഗ്. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? ഒരാളാകൽ വേറെ ആളത് ചെയ്തറിയോ? അലക്കാനൊക്കെ പോവും തുണി കൊണ്ടുപോയിട്ട്. അലക്കുമ്പോൾ എന്താണെന്നറിയാം, കുറെ പെറുപെറുക്കും വെറുപ്പും കയറ്റിയിട്ട്
അമ്മായിമ്മ അലക്കുകല എന്ന് വെച്ചിട്ട് തുണി കൊണ്ട് അങ്ങോട്ട് അലക്കും. എനിക്കിത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി. പനക്കലച്ചൻ പറഞ്ഞു കേട്ടോ, എന്നെക്കോളും ഭംഗിയായിട്ടാണ് പനക്കലച്ചൻ അത് വിശദീകരിച്ച് പറയണേ. അമ്മായിമ്മ ഈ അലക്കുകല വെച്ചിട്ട് ചൂണി വെച്ചിട്ടുണ്ട് പോത്തിരാണ്ട് പൂശും. തുണി കീറോന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഈ രണ്ടാമത്തേല് ആദ്യത്തേലും രണ്ടു പേർക്കും കൃപ കിട്ടുന്നില്ല. രണ്ടു പേർക്കും കൃപയ അഭിഷേകം കിട്ടുന്നില്ല. മൂന്നാമത്തെ കൂട്ടരുണ്ട്, സാരില്ല, എനിക്കും ബലഹീനതയുണ്ട്, അമ്മായിമ്മയ്ക്കും ബലഹീനതയുണ്ട്. ഈ അമ്മായിമ്മയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് അലക്കാൻ പോവാ. രണ്ടു കൂട്ടുകാർക്കും അഭിഷേകവും കൃപയും വന്നു. ആ കൃപ പകരപ്പെടും ചെയ്യും അമ്മായിമ്മയിലേക്ക്. നേരെ മറിച്ച് വെറുപ്പ് വരുമ്പോൾ രണ്ടു കൂട്ടർക്കും വെറുപ്പ്, പിന്നെ അടിയ. അച്ഛൻ വളരെ വ്യക്തമായിട്ടും ആ എളിമയെ കുറിച്ചിട്ട് അച്ഛൻ അത് കൃത്യമായിട്ട് അച്ഛൻ്റെ ഒരു ഇത് കൃത്യം മനസ്സും എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഇപ്പൊ പരിശുദ്ധ അമ്മ, ഞാൻ ദൈവത്തിന്റെ അമ്മയാണ് അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. എലിസബത്തിന് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ എലിസബത്തിനും കിട്ടി, കുഞ്ഞിനും കിട്ടി കൃപ. ഇതാണ് അമ്മയുടെ മഹാത്മ്യം. ഈ വചന ഭാഗത്ത് ഈശോ ഫരിസയനെ ചുങ്കക്കാരനെ ഉപമ പറയുമ്പോൾ ആ ചുങ്കക്കാരൻ്റെ ആ അനുതാപം നിറഞ്ഞ എളിമ നിറഞ്ഞ ആ സംസാരമാണ് നമുക്ക് എപ്പോഴും കൃപ ലഭിക്കാനായിട്ട്, കൃപ ഒഴുകുവാനായിട്ട് സാധിക്കുക. പിന്നെ അടുത്തത് പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാലാഖ വന്ന് പറയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ പലയിടത്തുമൊക്കെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ചൊല്ലുന്നുണ്ട്. അതാണ് ശരിക്കും കറക്റ്റ്. മലങ്കര സഭയിലും മറ്റു സഭയിലൊക്കെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷെ സഭ നമ്മൾ പഠിപ്പിക്കാണ്ട് നമുക്ക് പറയാനും പാടില്ല, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഇതിനെന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് കാലത്ത് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ഒത്തിരി അപാധകൾ നമ്മുടെ ഈ ബൈബിളിനകത്തുണ്ട്. ഈ നന്മയും ദൈവകൃപയും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. കൃപ എന്ന് പറഞ്ഞത് അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക. അതിനകത്ത് ആ കൃപയ്ക്കകത്ത് സ്നേഹം, കരുണ ഒക്കെ ഉണ്ട്. നന്മ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് ഇല്ലാണ്ടും നന്മ ചെയ്യാൻ സാധിക്കും. രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസ തലത്തിലാണ്ട് എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റും. അഭിഷേകം ഉണ്ടാവുന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു കൊലപാതകമാണ്, എനിക്ക് നന്മ ചെയ്യാൻ പറ്റും. പക്ഷേ കൃപ എന്ന് പറഞ്ഞത് അത് ഏറ്റവും ടോപ്പിലാണ്. പുണ്യങ്ങളൊക്കെ ടോപ്പിലാണ് ഇതിരിക്കുന്നത് കൃപ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാലാഖമെന്ന് അഭിസംബോധിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ളത്. കാരണം ദൈവകൃപ നിറഞ്ഞിട്ടാണ് അമ്മയെ സ്വർഗം പ്രത്യേകമായിട്ടൊരു കൃപ നൽകിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് സാത്താന് ഏറ്റവും പേടിയുള്ള കാര്യത്തില് പരിശുദ്ധ അമ്മ അത്രയ്ക്കും എളിമയുള്ളവളാ. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ തകർക്കാൻ സാത്താൻ എടുത്തു മാറ്റുന്ന ഒരു കാര്യമുണ്ട്. എളിമ കെടുക കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒത്തിരി പുണ്യങ്ങൾ, എളിമ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അമ്മ എത്രമാത്രം എളിമപ്പെട്ട് ആ ശുശ്രൂഷകയായോ അത്രമാത്രം ദൈവം അമ്മയെ എടുത്ത് ത്രിലോക രാജ്ഞിയായിട്ട്, 3 ലോകത്തിൻ്റെ രാജ്ഞിയായിട്ട് സ്വർഗം ആരോധിക്കുക ചെയ്തത്. നമുക്കൊക്കെ ഒരു ഉള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് എളിമപ്പെടാനായിട്ട് ഒത്തിരിയേറെ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. മറ്റുള്ള കുറവുകൾ കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എളിമപ്പെടുന്നതും. അമ്മയുടെ അർത്ഥ പ്രത്യേകത ചോദിച്ചാൽ, ആ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചിട്ട് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഓക്കെ, അത്ഭുതത്തിൻ്റെ പ്രസക്തി. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും നല്ലൊരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ആ വീട്ടുകാരുടെ കുറവ് കണ്ടപ്പോൾ
ആ പോരായ്മ കണ്ടപ്പോൾ ഒന്നാമതായിട്ട് അമ്മയോട് അവരാരുമെന്ന് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ പറയും അവർ വേണമെങ്കിൽ എന്നോട് വന്ന് പറയട്ടെ, അപ്പം നോക്കാമെന്നും. അത് അഹങ്കാരല്ലേ? ആ വീട്ടുകാർക്ക് ഒരു കുറവുണ്ടെങ്കിൽ അവരൊന്നും വന്ന് ക്ഷണിച്ചില്ലല്ലോ, അവരൊന്നും പറഞ്ഞില്ലല്ലോ, ചോദിച്ചില്ലല്ലോ എന്ന് വന്ന് പറയാം. അമ്മ ചെയ്തില്ല. അമ്മ വീട്ടുകാരുടെ കുറവ് കണ്ടുകൊണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കുറവുകൾ നിറവളാക്കാനായിട്ട് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞുള്ളൂ, ഈശോയുടെ അടുത്ത് മാത്രം, തിരുക്കുമാരൻ്റെ അടുത്ത് മാത്രം. ആ പരിചാരകർ ചോദിച്ചു, അമ്മ പറഞ്ഞില്ല. അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന്. എന്താ കാര്യം ചോദിച്ചു പരിചാരകർ. വെള്ളം. അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞാൽ മതി, ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് അമ്മ ഈശോയോട് പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരെ കുറവ് കണ്ടെങ്കിലും അത് നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് വേറെ ആരുടെ പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു സ്ഥലത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ, അത് ഈശോയുടെ അടുത്ത്. അന്ന് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഈശോ എഴുന്നള്ളി വരുന്നത് ഈ അൾത്താരയിലാണ്, ഈ സക്രാരിയിലാണ്, ഈ പരിശുദ്ധ കുർബാനയിലാണ്. അവിടെയാണ് മറ്റുള്ള കുറവ് നീ ആദ്യം പറയേണ്ടത്. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് കുറവ് നിറവളാക്കാനായിട്ട് ഈശോ അവിടെ ഇടപെട്ടത്. മറ്റാരോടും പറഞ്ഞാലും കുറവ് നിറവളായിട്ട് മാറില്ല. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ മാത്രമേ, അമ്മ തിരുക്കുമാരനോട് പറഞ്ഞപ്പോഴാണ് ആ കുറവ് നിറവളായിട്ട് മാറിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഇവിടെ ചുങ്കക്കാരൻ പരിസയം പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു തെറ്റും എൻ്റെ ഭാഗത്തില്ല. പക്ഷേ ഇവിടെ ന്യായീകരണമുണ്ട്. എൻ്റെ പുണ്യത്തെക്കുറിച്ച് ഞാൻ ന്യായീകരിച്ചാണ് പരിസയൻ സംസാരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ സംഭവങ്ങളുടെ അനുഭവങ്ങളോട് കടന്നു പോവും. അപ്പോൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ താഴ്മയോടെ നിൽക്കാനാണ്. ഒരിക്കലും ഒരു കഥ എനിക്ക് തോന്നിയത് ഒരു കൊച്ചു പറഞ്ഞു കേട്ട കഥയാണ്. ഒരിക്കലേ ഒരു പൊറോട്ടയും കഞ്ഞിയും ഉണ്ടായിരുന്നു. ആ കഞ്ഞിയും പൊറോട്ടയും തമ്മിൽ ഭയങ്കര വാക്കുവാദം. അപ്പോൾ കഞ്ഞിയാണ് ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പൊറോട്ട കയറി വന്നത്. പൊറോട്ട കയറി വന്നു കഴിഞ്ഞപ്പോൾ പൊറോട്ട പുച്ഛിക്കാൻ തുടങ്ങി. കണ്ട, നിന്നെ ആർക്കും വേണ്ട, നീ വെറും വേസ്റ്റാണ്, നിന്നെ ആർക്കും വേണ്ട, നിന്നെ വേണ്ട, എന്നെയാണ് ഇപ്പം എല്ലാവർക്കും ആവശ്യം. അങ്ങനെ ആ നാട്ടിലെ ഒരു പനി പടർന്നു പിടിച്ചു. പനി പടർന്നു പിടിച്ചപ്പോൾ പിന്നെ ആരെങ്കിലും പൊറോട്ട കഴിക്കുമോ? ഇല്ല. എല്ലാവരും വീണ്ടും കഞ്ഞിയിലേക്ക് വന്നു. കഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഏത് സമയത്തും അസുഖമുള്ളപ്പോഴും അസുഖമില്ലാത്തപ്പോഴും കഴിക്കാൻ പറ്റുന്ന എന്താ? കഞ്ഞി. അതാണ് നമ്മളൊക്കെ ചോദിച്ചു, വാജിവിടെ കഞ്ഞി കൊടുക്കണത്, ചോറാക്കാൻ ബുദ്ധിമുട്ടായിട്ടില്ല. ഏത് സമയത്തും എല്ലായ്പ്പോഴും അസുഖമുള്ളപ്പോഴും. എനിക്ക് പനിയാണെങ്കിൽ ചിലപ്പോൾ ചോറിനാണ് എനിക്ക് പറ്റുന്നത് വരില്ല, പക്ഷേ കഞ്ഞി എല്ലാ സമയത്തും ആവശ്യമുണ്ടാവും. അതോടെ പൊറോട്ടയുടെ അഹങ്കാരമൊക്കെ പോയി. കഞ്ഞി പൊറോട്ട പുച്ഛിച്ച് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. കഞ്ഞി അവിടെ എളിമയോടുകൂടി നിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞി അവിടെ എളിമയോട്ട് നിന്നുകൊണ്ട് ആ കഞ്ഞിയുടെ ഉയർച്ചയിലേക്ക് വന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ. ഓരോ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പുച്ഛിച്ച്, അതാണ് ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുക, നീതിമാന്മാരെന്താരും തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നതോട് ഈശോ ഈ മുമ്പ് പറയുന്നത്. ഓരോരുത്തരും ഓരോ സാഹചര്യം വളർന്നു വരുമ്പോൾ അവരെ എളിമയോടുകൂടി സ്വീകരിക്കാനായിട്ട്, സ്നേഹത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ അഭിഷേകവും അനുഗ്രഹവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.